പ്രകാശൻ ചുനങ്ങാടിൻ്റെ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ 2-ാമത്തെ അധ്യായം. നോവൽ വിഷുക്കൈനീട്ടം, അധ്യായം 2. മുത്തശ്ശൻ പതുക്കെ കിടക്കയിൽ എണീറ്റിരുന്നു. കാൽപാദങ്ങളിൽ കുറേശ്ശെ നീരുണ്ട്. വളരെ സാവകാശം കാലുകൾ നിലത്തു കുത്തി. തണുത്ത നിലത്ത് കാലടികൾ കോച്ചി വലിക്കുന്നു. ലൈറ്റിട്ടു. ചുവരിൽ തൂക്കിയിട്ട ക്ലോക്കിൽ നോക്കി. സൂചികൾ തെളിയുന്നില്ല. ആകെ ഒരു മൂടൽ. മേശപ്പുറത്ത് നിന്ന് കണ്ണട തപ്പിയെടുത്തു. ഇപ്പോൾ അക്കങ്ങളും സൂചികളും കാണാം. മണി 5 കഴിഞ്ഞിരിക്കുന്നു. ഉദയത്തിനു മുമ്പ് കണി കാണണം. കുളിമുറിയിൽ ചെന്ന് കാലും മുഖവും കഴുകി കുറേ വെള്ളം മുഖത്തൊഴിച്ചപ്പോൾ സുഖമായി. തിരികെ വന്ന് കട്ടിലിന് കീഴെ കുന്തിച്ചിരുന്നു. കട്ടിലിനടിയിലാണ് മുത്തശ്ശൻ്റെ സൂക്ഷിപ്പുകൾ ഇട്ടുവെച്ച ഇരുമ്പ് പെട്ടി. പെട്ടി പതുക്കെ നിരക്കിയെടുത്ത് തുറന്നു വെച്ചു. മാധവിയുടെ കമ്മലും മുത്തശ്ശൻ്റെ ചോന്ന കല്ലുവെച്ച കടുക്കനും സൂക്ഷിക്കുന്ന ഡപ്പി. പണ്ടേ കടുക്കൻ ഊരിവെച്ചു. മാധവിക്ക് നിർബന്ധമായിരുന്നു അത്. ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ഗോപി ഇട്ടു നടന്നിരുന്ന വള്ളി ട്രൗസറും കുഞ്ഞിക്കുപ്പായവും അമ്മിണിപ്പയ്യൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന ഓട്ടുമണി. എത്രയോ കാലം അമ്മിണി പാലും തൈരും വെണ്ണയും തന്ന് തറവാട്ടിലുള്ളവരെ ഊട്ടി. അമ്മിണിയുടെ ഓർമ്മയ്ക്കാണ് ഈ ഓട്ടുമണി സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു താക്കോൽ കൂട്ടം. പത്തായം പൊളിച്ചു. വാതിലുകൾ കട്ടിലയടക്കം പുഴക്കിക്കൊണ്ടുപോയി. താക്കോൽ കൂട്ടം ബാക്കി. പേനാക്കത്തി, വെള്ളിച്ചെല്ലം. വെറ്റില മുറുക്കിയിരുന്ന കാലത്ത് ഈ ചെല്ലം കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ചെല്ലത്തിൽ വെറ്റിലയും അടയ്ക്കയും ചുണ്ണാമ്പ് നിറച്ച അടപ്പനും ചെല്ലത്തിൻ്റെ കള്ളറയിൽ പുകയില അരിഞ്ഞതും. അടയ്ക്കയുടെ തരങ്ങ് കളയാനായിരുന്നു ഈ പേനാക്കത്തി. വെറ്റില മുറുക്ക് നിർത്തേണ്ടി വന്നു ഈ ഫ്ലാറ്റിൽ താമസമായപ്പോൾ. തുപ്പാൻ ഒരു സ്ഥലം വേണ്ടേ? മുറുക്കാൻ ചണ്ടി കക്കൂസിൽ തുപ്പി വെള്ളമൊഴിച്ചു കളഞ്ഞു. മരുമകൾ മുഖം വീർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുറുക്ക് താനേ നിന്നു. ചോപ്പ് നിറത്തിലുള്ള തുണി കൊണ്ട് തുന്നിയ ചെറിയ മടിശീല മുത്തശ്ശൻ പുറത്തെടുത്തു. മടിശീലയുടെ കെട്ടഴിച്ചു. ഒറ്റയുറുപ്പിക നാണയങ്ങൾ നിലത്തേക്ക് ചൊരിഞ്ഞു. 10-30 ഉറുപ്പിക കാണണം. അതിൽ നിന്ന് 10 തുട്ടുകൾ എണ്ണിയെടുത്ത് മുണ്ടിൻ്റെ മടിക്കുത്തിൽ വെച്ചു. ബാക്കി നാണയങ്ങൾ മടിശീലയിൽ തന്നെ പെറുക്കിയിട്ടു. ചരടുകൊണ്ട് നന്നായിട്ട് കെട്ടി. എല്ലാം പെട്ടിയിൽ വെച്ചടച്ച് പെട്ടി കട്ടിലിനടിയിലേക്ക് നീക്കി വെച്ചു. കട്ടിലിൻ്റെ വക്കിൽ പിടിച്ച് മെല്ലെ എണീറ്റു. ഇരിപ്പുമുറിയുടെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്കാണ് ദൈവക്കൂട്. ദൈവക്കൂട്ടിൽ കൃഷ്ണൻ ഓടക്കുഴലുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും നീലകണ്ഠൻ്റെയും പടങ്ങൾ. ഗണപതിയുടെ ചെറിയ വിഗ്രഹം. കണി കാണുന്നതിന് മുമ്പ് ലൈറ്റിടാൻ പാടില്ല. കിടപ്പുമുറിയിലെ ബൾബ് ഓഫാക്കി മുത്തശ്ശൻ ചുവരും വാതിലും പിടിച്ച് ഇരിപ്പുമുറിയിലെത്തി. ദൈവക്കൂട് എവിടെയാണെന്ന് മുത്തശ്ശന് നല്ല ദൃഢമുണ്ട്. ആ ദൃഢം വെച്ച് മുത്തശ്ശൻ അരിച്ചരിച്ച് മുമ്പോട്ട് നീങ്ങി. ആവൂ, സമാധാനമായി. ദൈവക്കൂട് തൊട്ടു. കൂടിൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കൂട്ടിനകത്ത് നിന്ന് തീപ്പെട്ടി തപ്പിയെടുത്തു. നിലവിളക്കിൻ്റെ തിരി നീട്ടി. തീപ്പെട്ടി ഉരച്ചു. 2 കൊള്ളി വെറുതെ പോയി. 3-ാമത്തെ കൊള്ളി കത്തി. തിരി കത്തിച്ചു. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കൃഷ്ണൻ്റെ മുഖം പ്രകാശിക്കുന്നു. മനസ്സു നിറഞ്ഞു തൊഴുതു. ഭഗവാനെ, ഗുരുവായൂരപ്പ. ഭഗവാനോട് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്ന ആളാണ്. അധ്യായം 3. കണ്ണൻ്റെയും കാഞ്ചനയുടെയും കൈ പിടിച്ച് കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുകയായിരുന്നു ഗോപികൃഷ്ണൻ. കുന്നിൻ്റെ നെറുകയിൽ പന്തലിച്ചു നിൽക്കുന്ന ഒറ്റമരം. മരത്തിൻ്റെ കൊമ്പുകളിൽ ഉരുണ്ട കായകൾ തൂങ്ങിക്കിടക്കുന്നു. ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പമുള്ള കായകൾ. കായകളല്ല, ഉണ്ണിയപ്പം തന്നെ. ഉണ്ണിയപ്പങ്ങൾക്ക് സ്വർണത്തിൻ്റെ നിറമാണ്. കാരോലിൽ നിന്ന് അപ്പോൾ കുത്തിയെടുത്ത പോലെ നെയ്യിൻ്റെ കൊതിപ്പിക്കുന്ന മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ഗോപികൃഷ്ണനും കുട്ടികളും ഇതാ മരത്തിൻ്റെ അടുത്തെത്താറായി. മരത്തിൻ്റെ കൊമ്പുകൾ ചാഞ്ഞു വരുന്നു. ഇതാ ഇപ്പോൾ ഉണ്ണിയപ്പങ്ങൾ നിലത്ത് നിന്നുകൊണ്ട് പറിച്ചെടുക്കാം. ഗോപികൃഷ്ണൻ ഉണ്ണിയപ്പം പറിക്കാൻ കൈനീട്ടി. ഗോപി, അച്ഛനല്ലേ വിളിക്കുന്നത്? കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ നിന്നാണ് ആ വിളി വരുന്നതെന്ന് തോന്നി. എന്തിനാണ് ഈ സമയത്ത് അച്ഛൻ വിളിക്കുന്നത്? ആദ്യമേ ഉണ്ണിയപ്പങ്ങൾ പറിച്ചെടുക്കട്ടെ. അപ്പമരത്തിൻ്റെ അടുത്തെത്താൻ എത്ര നേരമായി കയറിക്കൊണ്ടിരിക്കുന്നു. ഗോപി. വീണ്ടും അച്ഛൻ്റെ വിളി. തൊട്ടു പിന്നിൽ നിന്നാണ്. ഗോപികൃഷ്ണൻ തിരിഞ്ഞു നോക്കി. അച്ഛൻ എവിടെ? ഗോപികൃഷ്ണൻ ഞെട്ടി ഉണർന്നു. എവിടെ അപ്പമരം? അപ്പമരത്തിൻ്റെ ചാഞ്ഞ കൊമ്പത്ത് തൂങ്ങിക്കിടക്കുന്ന ഉണ്ണിയപ്പങ്ങൾ എവിടെ? സ്വപ്നമായിരുന്നു. ഗോപികൃഷ്ണന് നിരാശ തോന്നി. ഉണ്ണിയപ്പം പറിക്കാൻ കൈ നീട്ടിയതായിരുന്നു.
ഗോപികൃഷ്ണൻ കിടക്കയിൽ മലർന്നു കിടന്നു. കിടക്കയുടെ ഓരം ചേർന്ന് ചെരിഞ്ഞു കിടക്കുകയാണ് മാലിനി. നേരത്തെ കൂർക്കം വലി കേൾക്കാം. കുട്ടികൾ അപ്പുറത്തെ മുറിയിലാണല്ലോ. കുട്ടികളുടെ കയ്യും പിടിച്ച് കുന്നു കയറി ചെന്ന് അപ്പമരത്തിൻ്റെ തൊട്ടടുത്തെത്തി. നല്ല സ്വപ്നം. ഒരപ്പമെങ്കിലും തിന്നിട്ട് മതിയായിരുന്നു സ്വപ്നം അവസാനിക്കുന്നത്. എണീറ്റു വാ ഗോപി. വീണ്ടും അച്ഛൻ്റെ ക്ഷീണിച്ച ശബ്ദം. അപ്പോൾ അച്ഛനായിരുന്നു രസമുള്ള ആ സ്വപ്നം മുറിച്ചു കളഞ്ഞത്. ഗോപികൃഷ്ണൻ അരിശപ്പെട്ടു. ഈ അച്ഛനോ ഉറക്കമില്ല, മറ്റുള്ളവരെയും ഉറങ്ങാൻ സമ്മതിക്കില്ല. ചില്ലുജനാലകൾ ഇപ്പോഴും ഇരുണ്ടു കിടക്കുന്നു. നേരം വെളുക്കാറായിട്ടില്ല. ഗോപികൃഷ്ണൻ പുതപ്പ് ദേഹത്ത് നിന്ന് മാറ്റി എഴുന്നേറ്റു. ഡ്രോയിങ് ഹാളിൽ നിന്നാണ് അച്ഛൻ്റെ വിളി വരുന്നത്. ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. ലൈറ്റിൻ്റെ സ്വിച്ച് തപ്പുകയായിരുന്നു ഗോപികൃഷ്ണൻ. ഗോപി, ലൈറ്റ് ഇടണ്ട. ദൈവക്കൂട്ടിൽ നേർത്ത വെളിച്ചം. കൂട്ടിൽ നിലവിളക്ക് കത്തുന്നുണ്ടല്ലോ. ആരാണ് ഈ നേരത്ത് വിളക്ക് കത്തിച്ചത്? എന്താ അച്ഛാ, എന്താ കാര്യം? ഇന്നു വിഷു 1-ാം തീയതി അല്ലേ? നീയും മറന്നോ? ചെന്ന് കൃഷ്ണനെ കണി കാണ്, നമസ്കരിച്ച് പ്രാർത്ഥിക്ക്, എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വാ. വിഷു 1-ാം തീയതി ഓട്ടുരുളിയിൽ ഉണക്കലരിയും കൊന്നപ്പൂവും വെച്ച് കൃഷ്ണനെ കണി കാണേണ്ട ദിവസം. ചെയ്തു മറന്ന ഒരനുഷ്ഠാനം പോലെ ഗോപികൃഷ്ണൻ കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുമ്പിൽ തൊഴുതു നിന്നു, നമസ്കരിച്ചു. അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് അറിയാതെ കൈനീട്ടി. നീട്ടിയ കൈകളിൽ അച്ഛൻ ഒറ്റയുറുപ്പിക വെച്ചു തന്നു. വിഷുക്കേട്ടം. വർഷങ്ങൾ എത്രയായിട്ടുണ്ടാവും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കേട്ടം വാങ്ങിയിട്ട്? ഗോപികൃഷ്ണൻ കുനിഞ്ഞ് അച്ഛൻ്റെ കാലടി തൊട്ടു. കുട്ടികളെ വിളിക്കേ. ഗോപികൃഷ്ണൻ ചെന്നു വിളിച്ചപ്പോൾ കണ്ണനും കാഞ്ചനയും നല്ല ഉറക്കം. കുലുക്കി ഉണർത്തി. കണ്ണൻ എഴുന്നേറ്റിരുന്ന് കണ്ണ് തിരുമ്മി. വാട്ട് ഡാഡി, ഐ വാണ്ട് ടു സ്ലീപ്പ്. ഇന്ന് വിഷു 1-ാം തീയതി അല്ലേ മോനെ? കണി കാണണ്ടേ? കണ്ണന് അതിശയമായി. ഏത് 1-ാം തീയതി? എന്തു വിഷു? ഡാഡിക്ക് വട്ടായോ? ഇന്ന് ഏപ്രിൽ 14-ാം തീയതി അല്ലേ? 14-ാം തീയതി എങ്ങനെയാണ് 1-ാം തീയതി ആയത്? ഗോപികൃഷ്ണൻ കണ്ണിനെ കൈ പിടിച്ചെണീപ്പിച്ചു. കാഞ്ചനയും ഉണർന്നു. അവൾ എണീറ്റിരുന്ന് ഡാഡിയെയും ചേട്ടനെയും ഇഴിച്ചു നോക്കി. ഗോപികൃഷ്ണൻ മറ്റേ കൈകൊണ്ട് കാഞ്ചനയുടെ കയ്യും പിടിച്ചു. രണ്ടുപേരെയും ഹാളിലേക്ക് നടത്തി. ഡാഡി, ലൈറ്റിട്. ലൈറ്റിടാൻ പാടില്ല കണ്ണാ. കണി കണ്ട് വിഷുക്കേട്ടം വാങ്ങി, എന്നിട്ട് ലൈറ്റിടാം. ദൈവക്കൂട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി രണ്ടുപേരെയും. രണ്ടാളും കൃഷ്ണനെ തൊഴുതു നമസ്കരിക്കിൻ. ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ കൊണ്ട് കുട്ടികൾ കൃഷ്ണവിഗ്രഹത്തിൽ തുറച്ചു നോക്കി. ഡാഡിയുടെ പിടി വിട്ടിട്ട് വേണം പോയി കിടക്കാൻ. ഉറക്കമായിരുന്നു കുട്ടികളുടെ ഉള്ളു നിറയെ. അവരുടെ മനസ്സ് വായിച്ചിട്ടാവണം ഗോപികൃഷ്ണൻ മക്കളെ ഇടത്തും വലത്തും ചേർത്ത് പിടിച്ചു നിന്നു. കണി കണ്ടില്ലേ? വാ, അച്ചച്ചൻ വിഷുക്കേട്ടം തരും. കണ്ണനും കാഞ്ചനയും അച്ചച്ചൻ്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി. അവരുടെ നീട്ടിയ കൈവെള്ളകളിൽ അച്ചച്ചൻ ഓരോ ഒറ്റയുറുപ്പിക വെച്ചു കൊടുത്തു. കുട്ടികളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. ഗോപികൃഷ്ണൻ ഹാളിലെ ലൈറ്റിട്ടു. കണ്ണനും കാഞ്ചനയും ഉള്ളംകൈയിലേക്ക് നോക്കി. 1 രൂപ കോയിൻ. കണ്ണൻ നാണയം മൂക്കോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. കരഞ്ഞുകൊണ്ട് നാണയം എവിടെയോ ചെന്നു വീണു. ചേട്ടൻ കാണിച്ചതുപോലെ കാഞ്ചനയും കോയിൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. കണ്ണൻ അച്ചച്ചനോട് തട്ടിക്കേറി. രാവിലെ വിളിച്ചുണർത്തിയത് പിച്ച തരാനാ? ഓൾഡ് മാൻ, യു സ്പോയിൽഡ് ദ ഡേ. കാഞ്ചന കരയാൻ തുടങ്ങി. എന്തോ അരുതാത്തത് നടന്നിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. ബഹളം കേട്ട് മാലിനി എണീറ്റു വന്നു. വാട്ട് ഹാപ്പൻ? വൈ ഷീ ഈസ് ക്രൈയിങ്? മുത്തച്ഛൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ വീഴും മുത്തശ്ശൻ എന്ന് പേടിച്ച് സോഫ കൈനീട്ടി. സോഫയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുത്തശ്ശൻ ചാരിയിരുന്നു. മാലിനി, ഇന്ന് വിഷുവാണ്. മേഡം 1-ാം തീയതി അച്ഛൻ കുട്ടികൾക്ക് വിഷുക്കേട്ടം കൊടുത്തതാ. ഇതാണോ മമ്മി വിഷുക്കേട്ടം? 1 രൂപ. ഞങ്ങളെന്താ ബെഗേഴ്സാ? കണ്ണൻ്റെ രോഷം അടങ്ങിയില്ല. വാട്ട് നോൺസെൻസ് യുവർ ഓൾഡ് മാൻ ഈസ് ഡൂയിങ്. 1 രൂപ പിച്ചയാണോ വിഷുക്കേട്ടം കൊടുക്കുക? ആഫ്റ്റർ ആൾ, വാട്ട് ഈസ് ദിസ് വിഷുക്കേട്ടം? അവൾക്ക് ദേഷ്യം വന്നിരിക്കുന്നു. മിണ്ടാതിരിക്കുന്നതാണ് ഉചിതമെന്ന് ഗോപികൃഷ്ണന് തോന്നി. കണ്ണ, ഗോ ടു ബെഡ്, മാലിനി പറഞ്ഞു. അപ്പച്ചനെ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് കണ്ണൻ ബെഡ്റൂമിലേക്ക് പോയി. പിറകെ കാഞ്ചനയും. ലൈറ്റ് ഓഫാക്കി വാ മനുഷ്യ. അനുസരണയുള്ള കുട്ടിയായി ഗോപികൃഷ്ണൻ ലൈറ്റ് ഓഫാക്കി. മാലിനിയുടെ പിന്നാലെ ബെഡ്റൂമിലേക്ക് നടന്നു. അടയാൻ നേരത്തെ ബെഡ്റൂമിൻ്റെ വാതിൽ ചെവി അടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി. മുത്തശ്ശൻ ഇപ്പോഴും സോഫയിൽ ചാരിയിരിക്കുകയാണ്. സോഫയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. 2 1 രൂപ തുട്ടുകളും വെറും തറയിൽ കിടന്ന് നിശബ്ദം തേങ്ങിക്കൊണ്ടിരുന്നു.
പ്രകാശൻ ചുനങ്ങാടിൻ്റെ വിഷുക്കൈ നീട്ടം എന്ന നോവലിലെ 3-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.